കൊടുവള്ളി മാനുപുരത്ത് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. മാനുപുരം കാവിൽ സ്വദേശി മുഹമ്മദിനാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കി കാർ നിർത്താതെ പോയി. എം മുബാറക് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മുബാറക്ക്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ഇതിൽ ഈ കാർ ഓടിച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഈ പരിക്കേറ്റ ആളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? അരുണ്യ, ഇന്നൊരു ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അപകടം കോഴിക്കോട് കൊടുവള്ളിയിൽ ഉണ്ടാകുന്നത്. കൊടുവള്ളി മാനുപുരത്താണ് അപകടം സംഭവിച്ചത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്കൂട്ടർ യാത്രികൻ മാനുപുരം റോഡിലൂടെ വേഗത കുറിച്ച് വരുന്നുണ്ട്. അതിന് പിന്നിലൂടെ ഒരു ചുവന്ന കാർ അതിവേഗതയിലെത്തി ഈ സ്കൂട്ടറിന്റെ പിന്നിലിടിച്ച് തെറിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് അതിൽ കാണുന്നത്. ഈ സ്കൂട്ടറിൽ വരികയായിരുന്ന യാത്രക്കാരനെ അമിത വേഗതയിൽ കാർ ഇടിക്കുകയായിരുന്നു. ഈ അപകടം സംഭവിച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ മാനുപുരം കോവിൽ സ്വദേശി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ തലയ്ക്കും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ ആകമാനവും പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാർ ചേർന്നാണ് ഇയാളെ പ്രദേശത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ അവിടെ ചികിത്സ തുടർന്നു വരികയാണ്. ഈ അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ അമിത വേഗതയിൽ കടന്നുപോയി. ഈ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാനോ അദ്ദേഹത്തെ രക്ഷിക്കാനോ, അതായത് എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയോ അയാൾ ചെയ്തിട്ടില്ല. നിലവിൽ ഇയാൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അപകടം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് പരിശോധന. നിലവിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളിൽ പ്രകാരം അതിൽ അയാളുടെ നമ്പർ പ്ലേറ്റോ അദ്ദേഹത്തിന്റെ മുഖമോ അയാളുടെ മുഖമോ കാറിൽ വ്യക്തമല്ല. സമീപ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചും ടൗണിലെ CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു വരികയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.